ഇനി ഫൈനലായിട്ടുള്ള ഒരു പ്രശ്നവും കൂടെ, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട്. അത് ആണുങ്ങളെ പെണ്ണുങ്ങളെ മാത്രമല്ല തിരിച്ചുണ്ട്. നമ്മുടെ ധർമ്മജൻ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്, മാഡം ഞാൻ എന്തിനു വേണമെങ്കിലും തയ്യാറാണ്. അത് ആളുകൾ ചിരിച്ചെങ്കിലും ഇതിൽ നിന്ന് എങ്ങനെയാണ് മാറി നിൽക്കുക? ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പരസ്പരം രണ്ടു പേർക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, അല്ലേ? ദെൻ ഇറ്റ് ഈസ് ലവ്, കൺസെന്റ് ആണ്. ലവ് ആ മോമെന്റിലുള്ള ലവ്. ഐ ആം നോട്ട് സേയിങ് ലവ്. ഒരു വർക്കിന് വേണ്ടിയിട്ട് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എത്തിക്സോ വാല്യൂ ഒക്കെ കഴിഞ്ഞിട്ട് വി ആർ ഗോയിങ് ആൻഡ് ലൈങ് ഡൗൺ ഫോർ വർക്ക്, then it is better you do prostitution. You take money and do it. Actually that's what you're doing here, alle? Yes. Then you can name it actually, bhai main isliye kar rahi hu, kaam milega, paisa mein. Idu pe endanna ariyo, idum kaliyanam, pinne pani edukkanam. Ennale paisa kittu. Ennittu paisa kittuno orapilla. Orapilla. പൈസ അവരുടെ കയ്യിലായിരിക്കണേ. സി ഇപ്പോൾ നമ്മളൊരു സ്പോൺസറിൻ്റെ അടുത്ത് പോയിട്ട് അയാളെ പറഞ്ഞ് മാർക്കറ്റ് ചെയ്ത് സർ ഇത് ചെയ്താൽ അങ്ങനെ കിട്ടും, ഇത് എന്തുകൊണ്ടാണ്? കാരണം അയാളുടെ കയ്യിലാണ് മറ്റേ ധനം ഇരിക്കണ. അപ്പോൾ ധനവും രണ്ടും ഒരുമിച്ച് അയാളുടെ കൊടുക്കണ്ട, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ജോലി ചെയ്തിട്ട് എന്ത് കിട്ടാനാ? ശരിയാ, ദാറ്റ്സ് വെരി ട്രൂ. പക്ഷേ നമ്മള് ഒരുപാട് ആളുകൾ ഇതിൽ പെടുന്നുണ്ട് എന്നുള്ളത് സത്യമല്ലേ? 100%. അല്ലെങ്കിൽ ഞാൻ കൊച്ചിയിലെ കാര്യമോ അല്ലെങ്കിൽ ബോംബെയിലെ കാര്യമോ ഒന്നുമല്ല, വളരെ കൾച്ചറലി ഡെവലപ്ഡ് ആണെന്ന് പറയുന്ന രാജ്യങ്ങളിൽ ഇത് നടക്കുന്നുണ്ട്. അന്ന് നടന്നിട്ടുണ്ട്, ഇന്ന് നടക്കുന്നുണ്ട്, നാളെയും നടക്കും. ഈ ധനം, വർക്ക് എന്നൊക്കെ പറയുന്നത് ചില ആൾക്കാർക്ക് മാത്രം ദൈവം കൊടുത്തതായതുകൊണ്ട് അത് അവരുടെ നിന്ന് എങ്ങനെ പിടിച്ചെടുക്കാമെന്നുള്ള എൻ്റെ ഒരു മാർഗമാണ് ഇത് ഇപ്പോൾ ആൾക്കാർക്ക്. ഇത് ബേസിക്കലി ശരീരം വിൽക്കലാണ്, ഓഫ് കോഴ്സ്, ഗ്ലോറിഫൈഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് നമ്മളോട് ആ കണ്ണാടി നോക്കുമ്പോഴേ വൈ എന്നുള്ള ചോദ്യം, ക്യൂ वो भी बुड्ढे के साथ ബുദ്ധ അല്ലെങ്കിൽ കുഴപ്പമില്ല, അതാണോ? ദാറ്റ് ഈസ് അപ് ടു ദം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അതായത് കൊച്ചിയിൽ ജനിച്ചാലും ബോംബെയിൽ ജനിച്ചാലും എവിടെ ജനിച്ചാലും നമ്മളായിരിക്കണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്കിൽ സെറ്റ്, നമ്മുടെ കഴിവുകൾ, ഇൻഫർമേഷൻ, നമ്മുടെ ഒരു കോ വാല്യൂസ് എല്ലാം വളർത്തിയെടുക്കുക. Then the opportunities are presented to you. Correct. You have to identify which is the right one and pick it up. അത് വരും 100%. ഇപ്പോൾ എനിക്കാണെങ്കിൽ പോലും ഞാൻ ഇപ്പോൾ ഫാഷൻ ചെയ്യണം എന്ന് വിചാരിച്ചു, അമ്മ ഹോൾഡ് ചെയ്തു, സ്റ്റിൽ ഐ കെയിം ബാക്ക് ടു ദ സെയിം ഇൻഡസ്ട്രി. എനിക്കിതുവരെ ഒരു മോശമായി വന്നിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. So you don't even respond to such crap. ഇവിടെ ഈ കച്ചവടം നടക്കില്ല, ഈ പരിപ്പ് ഇവിടെ വേവില്ല. ഈ ടി വി ഇൻഡസ്ട്രി ഒരു സംഭവം നോക്കിയാൽ മലയാളത്തിൽ ഇപ്പോൾ ഒരുപാട് ചാനൽസ് ഉണ്ട്. ആങ്കർ ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ രഞ്ജിനി ഹരിദാസ് ഒക്കെ, രഞ്ജിനി ഹരിദാസ് ആണ് എനിക്ക് തോന്നുന്നത് പിള്ളേർക്ക് കാണിച്ചു കൊടുത്തത്, അല്ലേ? കാണിച്ചു കൊടുത്തത് ഇങ്ങനെ ഒരു പണിയുണ്ട്, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന, നന്നായി ഏൺ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ ഒരു ജോലി ലോകത്ത് അവൈലബിൾ ആണെന്ന് കാണിച്ചു കൊടുത്ത രഞ്ജിനി ഹരിദാസ് ആണ്. പക്ഷേ എന്നിട്ടും ഒരുപാട് പേര് ഈ വർക്ക് കിട്ടാനും അത് കിട്ടാനും അല്ലെങ്കിൽ ടി വിയിൽ ഫേസ് കാണാനും ഒക്കെ ആയിട്ട് വേണ്ടാത്ത നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അയ്യോ അയാൾ അങ്ങനെ ചെയ്തോ അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തോ എന്ന് തോന്നുന്ന രീതിയിലുള്ള പരിപാടികൾ ഇപ്പോഴും ഈവൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പോലെ. അപ്പം അത് ഇൻസെക്യൂരിറ്റി കൊണ്ടാണോ? ഇവിടുത്തെ ഒരു സ്ട്രക്ചർ ഞാൻ പറയാം. നമ്മൾ പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, നമ്മൾ കല്യാണം കഴിക്കുന്നു. ഇതൊരു സാധാ വീട്ടമ്മയുടെ കഥയാണ്. നമ്മൾ കല്യാണം കഴിക്കുന്നു, കുട്ടിയായി, ഭർത്താവ് അപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട്, കല്യാണത്തിന് മുമ്പേയും ജോലിക്ക് പോകുന്നുണ്ട്. സോ ഹീ ഹാസ് ഹിസ് ഓൺ ലൈഫ്, റൈറ്റ്? ഇപ്പോൾ നമ്മൾ കുട്ടിയെ നോക്കുന്നു, കുട്ടിയെ നോക്കി ഒരു 4 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് നമ്മൾ മമ്മം കൊടുക്കാൻ മാത്രം മതി. ഭക്ഷണം കൊടുക്കാനും പാത്രം കഴുകാനും തുണി കഴുകാനും മാത്രമാണ് നമ്മുടെ ആവശ്യം. ഹോം അപ്ലയൻസ് ആണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ആവശ്യമില്ല നമ്മളെ, അല്ലേ? ബിക്കോസ് ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ കഴിയുമ്പോൾ പിന്നെ നമുക്ക് തോന്നും എന്താ പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, കാരണം ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല, റൈറ്റ്? അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോരോ വഴികളാണ്, കുറേ അമ്മളിയിൽ പെടും. അങ്ങനെ പോയി പെടുന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ പൈസ കൊടുത്തിട്ട് ഷോയ്ക്ക് പോവുക. See, we women like to see ourselves beautiful always. അതിലെന്താ തെറ്റ്? അപ്പം നമ്മളിങ്ങനെ നല്ല മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഷോയ്ക്ക് ഇറങ്ങാന്ന് പറഞ്ഞു, ഒന്ന് ആലോചിച്ച് നോക്കൂ. കുറേ ആൾക്കാർ നമ്മളെ നോക്കുന്നു, നല്ല ഭംഗിയിൽ ആരൊക്കെ നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത്, നമ്മളല്ല മേക്കപ്പ് ചെയ്യണേ, നമ്മൾ വേറൊരാൾ മേക്കപ്പൊക്കെ ചെയ്ത് സാരിയൊക്കെ ഉടുപ്പിച്ചു അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ലൈറ്റ്സിൽ ഗോ ആൻഡ് സ്റ്റാൻഡ് ദെയർ. ദാറ്റ് ഈസ് ആക്ച്വലി എ മോമെൻറ്റ്. നമുക്ക് തന്നെ ഉള്ളിൽ ഒരു ഭയങ്കര സന്തോഷം. ഞാൻ ഒരു തിരക്കില്ല സംഭവമാണ് ആ ഒരു മോമെൻറ്റിന്. ദെൻ പീപ്പിൾ വിൽ ഫീൽ ഓക്കെ, ചെല്ലേ പൈസ കൊടുത്തപ്പോൾ എന്താ,
പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ധാരാളമാണ്, അവരെ മുട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. ഈച്ച് ആൻഡ് എവറി. ഇപ്പോൾ ഡ്രേപ്പിങ്ങിന് ഒന്ന്, മേക്കപ്പിന് ഒന്ന്. ഡ്രേപ്പിംഗ്, സാരി കൊടുക്കാൻ. നോ വാക്കുകൾ എനിക്ക് ഇതിനെ പറ്റി അറിയില്ല. അല്ല, സാരി ഉടുപ്പിക്കാൻ പോലും 100-ൽ പരം സ്റ്റൈൽസ് ഉണ്ട്. അതിനെന്താ പറയാ? ഡ്രേപ്പിംഗ്. ഇതെങ്ങനെയാന്ന് പറയുന്നത്, ഇതൊരു പാക്കേജാണ് ഈ ഫാഷൻ പരിപാടി ഇവിടെ. നമുക്ക് നല്ല ഡ്രസ്സ്, ചിലപ്പോൾ ഏതെങ്കിലും നല്ല സാരി കടക്കാർ ഇതിൻ്റെ സ്പോൺസറാവും. അവർ സാരി കൊടുക്കും. അപ്പോൾ ഈ ഷോക്കേ ഇപ്പോൾ സാരി കിട്ടി, ഇപ്പോൾ മേക്കപ്പ് ഏതെങ്കിലും ഒരു മേക്കപ്പ് കമ്പനിയായിട്ട് ടൈപ്പ് ആവും. അപ്പോൾ അവർ കുറേ മേക്കപ്പ് കമ്പനി മീൻസ് ഇവിടുത്തെ പാർലർ സലൂൺസ് ഇല്ലേ, വലിയ ചെയിൻസ് ഒക്കെ. നല്ല ഷോസ് ആണെങ്കിൽ ക്രയോണും മാക്കും മറ്റേ ബോബി ബ്രൗൺ ഒക്കെ വരും. വലുത് ഇവിടെ ഇല്ല. ബോബി ബ്രൗൺ ഇറ്റ്സ് എ ബ്രാൻഡ്. ഈ ബോബി ബ്രൗൺ ഒരു ദാരുണ ലവ് സ്റ്റോറി ഉണ്ട് ന്യൂയോർക്കിൽ വെച്ചിട്ട്. ഞാൻ കഷ്ടപ്പെട്ടു പോയി. ഇവിടുത്തെ ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയാം. അപ്പം ഇങ്ങനെ കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വരുന്നു. ഇപ്പം നമ്മൾ അപ്ലിക്കേഷൻ ആദ്യം അയക്കണം. ഇപ്പം ഒരു സ്ത്രീ എന്ന നിലയിൽ പിന്നെ പേപ്പറിൽ പരസ്യം വരും, അല്ലെങ്കിൽ വാട്സാപ്പിൽ വരും, ഇങ്ങനെ ഓഡിഷൻ കോൾ വരും. അപ്പോൾ നമ്മളിങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നു, നമ്പറിലേക്ക് നമ്മുടെ ബയോഡേറ്റ വയ്ക്കുന്നു. എൻ്റെ ഓഫീസിൽ എത്ര തവണ ഓരോരുത്തർ വന്നിരുന്നുണ്ടെന്ന് അറിയോ. അപ്പോൾ ഞാൻ ചോദിക്കാം എന്താ വേണ്ട മാഡം, ഇതൊന്നും നടത്തി തരാം. ഞാൻ പറഞ്ഞു പൊന്ന്, എന്ത് നടത്തി തരണം? ഷോ ഇവന്റ് ഐ ഡിസൈൻ ഇറ്റ്. ബേസിക്കലി ഒരു ബ്യൂട്ടി പേജിൻ്റെ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് ആദ്യം ഞാനാണ് ഇവിടെ ചെയ്തത് കേരളത്തിൽ. 2 ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ബോറടിച്ചു. കാരണം എല്ലാവരും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ എന്നിട്ട് ഇവർ വരും, എന്നിട്ട് ഇവർ ഓഡിഷന് പോവും. ഓഡിഷന് പോയിട്ട് ഇവർ ഇതൊന്നൊരു 15-20 പേരെ എടുക്കും. ഈ 15-20 പേരോട് ഇവർ പറയും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാർജ് ഉണ്ട്, ഇതിൽ ഫീസ് 15,000 30,000. നമുക്കൊന്നും ചെയ്താലും നാഷണൽ ലെവലിൽ 1 ലക്ഷം 2 ലക്ഷമൊക്കെ. അത് വിയറ്റ്നാമിലൊക്കെ കൊണ്ടുപോകും, വിയറ്റ്നാമിലൊക്കെ കൊണ്ടുപോയിട്ടപ്പോൾ അതെങ്ങനെ പൈസ മേടിച്ചിട്ട് ഇവരെ ഇത് പറയണത് ഗ്രൂമിങ്ങിന്റെ പൈസയാണെന്നാണ്. അല്ലല്ല, ആ ഗ്രൂമിങ് അല്ല, നടക്കാൻ പഠിക്കണ്ടേ. അറിയാൻ പാടില്ലേ? അങ്ങനെ നടന്നാ പോരല്ലോ സ്റ്റേജില്. ബേസിക്കലി സിങ്ക്രണൈസേഷൻ വരണം. അത് സിങ്ക്രണൈസേഷൻ നമ്മളിങ്ങനെ ഒരു പാട്ടിന്റെ അനുസരിച്ച് അങ്ങനെയല്ല, ഇതൊരു ലൈൻ, അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. സോ ഇതാണ് സംഭവം. അപ്പം ഇതൊക്കെ പഠിപ്പിക്കണം. പിന്നെ 2 ദിവസം വരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. രാവിലെ യോഗ ടീച്ചർ പഠിപ്പിക്കും, ഉച്ചയ്ക്ക് ഭക്ഷണം എങ്ങനെയെന്ന് പഠിപ്പിക്കും, വൈകുന്നേരം ഒരു സൈക്കോളജിസ്റ്റ് എടുക്കും, അല്ലെങ്കിൽ ഒരു ലൈഫ് കോച്ച് എടുക്കും. ദിസ് ഇസ് എ ട്രെൻഡ്. നമ്മൾ ആരെയാണ് അന്ന് ഫ്രീ ആയിട്ട് കിട്ടണമെന്ന് വെച്ചാൽ അവരെ കൊണ്ട് സെഷൻ എടുപ്പിക്കും. വേണമെങ്കിൽ നീ അടുത്തേലും പിള്ളേരെ വന്നിട്ട് ഫുഡിനെ കുറിച്ച് പറയും, എന്നിട്ട് പെൺകുട്ടികളുടെ ഒക്കെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കും. അവര് ഹാപ്പി. അവർ മറ്റേ സാഷ് ഒക്കെ ഇടും. രാവിലെ എണീറ്റ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് സാഷാണ്. ഇവര് പറഞ്ഞ സാഷ് ഇല്ലേ, ഇവിടെ മിസ്സസ് ഇന്ത്യ സാഷ്. എന്നിട്ട് നമ്മൾ ആദ്യം അവരെ പഠിപ്പിക്കുക എങ്ങനെ സാഷ് ഇടാൻ നിൽക്കണം. അങ്ങനെ കുറേ ബേസിക്കലി ഇങ്ങനെയൊക്കെ കുറച്ച് പഠിപ്പിക്കും. ഇതാണ് ഈ 2-3 ദിവസത്തിൽ നടക്കാൻ പോണത്. ഇവിടെ നടക്കുന്ന ലോക്കൽ കാര്യങ്ങളുടെ പറഞ്ഞ കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ നടത്താനൊക്കെ പഠിപ്പിക്കും. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ക്ലാസ് എടുക്കണവർക്കും ഈ നടത്താൻ പഠിപ്പിക്കണവർക്കും ഒന്നും കാശ് കൊടുക്കില്ല, ഫ്രീയാ. ഈ പറയുന്ന ഷോ ഡയറക്ടർ പോലും എക്സ്പീരിയൻസിനാണ് വരുന്നത്. അയാളുടെ പോർട്ട്ഫോളിയോയിൽ എഴുതി വെക്കേണ്ടത് ഞാൻ മിസ്സസ് കേരള ചെയ്തു, അല്ലെങ്കിൽ ഞാൻ മിസ്സസ് കൈരളി ചെയ്തു, കേരള ചെയ്തു, ഉഗാണ്ട ചെയ്തു എന്നൊക്കെ. ഓൾ ഫ്രീ. ഇതൊന്നും വർക്കൗട്ട് ആവുന്നില്ലല്ലോ. കിട്ടുന്നത് നടത്തിപ്പേർക്ക് കിട്ടും. ദാറ്റ് ഈസ് ഇഫ് ഐ എം കണ്ടക്ടിങ് ഐ വിൽ ഗെറ്റ് ദ മണി. അസോസിയേറ്റ് ചെയ്യുന്ന ഒരാൾക്കും ഫ്രീയിലെ ബാട്ടർ. എന്താ ഈ ബാട്ടറായിട്ട് അങ്ങോട്ട് കിട്ടുന്നത്? ഡെലിവറബിൾസ് നമ്മൾ എഴുതും. അത് നിങ്ങളുടെ പേര് പത്രത്തിൽ വരും, പോലും നിങ്ങളുടെ പേര് കണ്ടിന്യൂസ്ലി വിളിച്ചു വരും. അത് ഞാൻ മനോരമയിൽ 2,000 രൂപ കൊടുത്ത എന്റെ പേരിന് ആഡ് വരൂലേ? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഇതിപ്പോ ഇങ്ങനെയല്ലേ, ഷോയില് നമ്മൾ പേര് പറയുന്നത് വേറെയാണ്. പൈസ കൊടുക്കാതെ പത്രത്തിൽ വരാൻ വഴിയുണ്ട്. ഏതെങ്കിലും ഒരു ബ്യൂറോയിൽ പോയിട്ട് ഫോട്ടോ കൊടുത്ത് ഇയാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കണ്ട. ഷോ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് വരുമോ, കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞിട്ട് വരുമോ? മറ്റേ പ്രൊഫൈൽ എഴുതിയത് ഇയാള് മിസ്സിസ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്നു. അത് ചരമക്കോളത്തിൽ ഞാൻ മരിച്ചിട്ടില്ല. പത്രത്തിൽ പേര് വരെ ഇത്രയും അക്രമം കാണിക്കണം. യു ഗെറ്റ് ബ്രാൻഡിങ് ഔട്ട് ഓഫ് ഇറ്റ്. ബേസിക്കലി യു ഡു ദിസ് ഇസ് വാട്ട് യു ആർ ഓൺലി ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ്. ഇതിപ്പോ മറ്റേ കോഴിക്കോട്ട് പറയുന്നത് അല്ല കാക്കട്ടെ എന്നല്ലാണ്ട് ലൈം ലൈറ്റിന് വേണ്ടി മാത്രം നടക്കുന്ന ഒരു ഗിമിക്ക് മാത്രമാണ് ഇപ്പോൾ ഇവിടെ കറന്റ്ലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകം. There is no genuine thing which has come to Kerala as of now. കുറച്ച് നല്ലത് വരുമായിരിക്കും.